ഹായ് മക്കളെ, നമ്മുടെ മോഡൽ എക്സാം ഇത് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം ഉണ്ടായിരിക്കും. ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്ന ടെൻഷനായിരിക്കും ഉണ്ടായിരിക്കുക. അതിനോടൊപ്പം തന്നെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് മറ്റൊരു ടെൻഷനാണ്. ഏത് ചാപ്റ്ററാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കേണ്ടത്, ഏതിലാണ് കൂടുതലായിട്ട് ഞാൻ ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇന്ന ചാപ്റ്റർ ഞാൻ അധികം സമയം ചിലവഴിക്കേണ്ടതുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാനൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഏത് ചാപ്റ്ററാണ് നല്ലപോലെ പഠിക്കേണ്ടത്, ജസ്റ്റ് പാസ് മാർക്ക് കിട്ടാൻ വേണ്ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതുണ്ട്, ഡബിൾ പാസ് മാർക്ക് കിട്ടാൻ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, സിംപ്ലി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വെയിറ്റേജ് കൂടുതൽ എന്ന് നിങ്ങൾ കുറേ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിരാമമാകാൻ പോവുകയാണ്. ഉടനെ ഞാൻ അറിയിക്കാൻ പോവുകയാണ്. +1 കെമിസ്ട്രിയിൽ ഈ വർഷം എഴുതാൻ പോകുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 6 മാർക്ക് വരെ ലഭിക്കുന്നുണ്ട്. നോക്കുക, 60 മാർക്കാണ് ടോട്ടൽ ആയിട്ടുള്ളത്. 9 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കും, സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നതിന് 11 മാർക്കാണ് ഉണ്ടായിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ വളരെ കുഞ്ഞതാണെങ്കിലും അതിന് 8 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കാം. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 10 മാർക്കും അതിന് തൊട്ട് താഴെ വരുന്ന തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം ഉണ്ട്. തെർമോഡൈനാമിക്സിന് 9 മാർക്കും ഇക്വിലിബ്രിയത്തിന് 10 മാർക്കുമാണ്. ഏറ്റവും കുഞ്ഞു ചാപ്റ്ററും ഏറ്റവും വെയിറ്റേജും കുറഞ്ഞ ചാപ്റ്ററുമാണ് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസിന് 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 10 മാർക്കും ഹൈഡ്രോ കാർബൺസിന് 9 മാർക്കുമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഇനിയുള്ള സമയം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. മുഴുവൻ പാഠഭാഗങ്ങളും അതിഗംഭീരമായി മനസ്സിലാക്കിയാൽ പഠിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. മുഴുവൻ മാർക്ക് ഉറപ്പിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.